അറസ്റ്റിലായ യൂട്യൂബർ മണവാളൻ റിമാൻഡിൽ 10 മാസമായി ഒളിവിലായിരുന്ന മുഹമ്മദ് ഷഹീൻ ഷായെ കുടകിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. കുടകിൽ നല്ല ക്ലൈമറ്റ് ആയതിനാൽ ട്രിപ്പ് പോയതാണെന്നായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച പരിഹാസത്തോടെ ഇയാൾ പറഞ്ഞത്. പോലീസ് പിടിച്ചിട്ടും ഇത്രയൊക്കെ ആയിട്ടും പുള്ളിയുടെ അഹങ്കാരത്തിന് മാത്രം ഒരു കുറവുമില്ല. പുച്ഛമാണ്, പരിഹാസമാണ്. പുള്ളിക്കാരൻ പരിഹസിക്കുന്നത് നിയമത്തെയും പോലീസുകാരെയും മാത്രമല്ല, ഇയാളെയൊക്കെ ഇത്രയും വളർത്തി വലുതാക്കിയ സബ്സ്ക്രൈബേഴ്സിനെയും കൂടിയാണ്. ഇവരെയൊക്കെ ഇത്രയും ഈ ഒരു പൊസിഷനിലേക്ക് എത്തിച്ചത് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ആണല്ലോ. സോഷ്യൽ മീഡിയയിൽ ഇവരുടെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് ലൈക്കും കമൻസും ഒക്കെ കൊടുത്ത് ഇവരെയൊക്കെ ഇത്രയും ഈ ഒരു ലെവലിൽ എത്തിച്ചത്. ആ ഒരു സബ്സ്ക്രൈബേഴ്സിനെയും ആ ജനങ്ങളെയാണ് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുന്നത്. അവർക്ക് ഈ പരിഹാസം വേണം. കാരണം നമ്മൾ അർഹതയുള്ളവരെ വളർത്തി വലുതാക്കാവുന്നൊരു ചൊല്ലുണ്ട്. യോഗ്യതയുള്ളവർക്കേ നമ്മൾ എന്തെങ്കിലും നൽകാവൂ. ഇവരെ പോലെയുള്ളവർക്ക് കുറച്ച് പ്രശസ്തിയും പണവും ഒക്കെ ആയി കഴിയുമ്പോൾ അങ്ങ് അഹങ്കാരമാണ്. 10 മാസമായിട്ട് പുള്ളിക്കാരൻ ഒളിവിലായിരുന്നു. ഇപ്പോൾ ഒടുവിൽ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. കേരളവർമ്മ കോളേജിന്റെ അടുത്ത് വെച്ചിട്ട് പരസ്യമായിട്ട് മദ്യപിച്ചത് ചോദ്യം ചെയ്ത കുറച്ച് വിദ്യാർത്ഥികളെ പിന്തുടർന്ന് ചെന്ന് വാഹനം ഇടിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇവരുടെയൊക്കെ പേരിലുള്ള കേസ്. ഇനി ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഈ രീതിയിലല്ല പെരുമാറേണ്ടത്. തെറ്റ് ചെയ്യാത്തവരെന്തിനാണ് ഒളിവിൽ പോകുന്നത്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒളിവിൽ പോകേണ്ട കാര്യമില്ല. പക്ഷെ ഒളിവിലും പോയിട്ട് ഇപ്പൊ പിടിക്കപ്പെട്ടപ്പോൾ പരിഹാസം തീർന്നിട്ടില്ല. റിമാൻഡ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടപ്പോൾ ജയിലിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് റിയൽ ചിത്രീകരണമാണ്. അതിന്റെ ഒരു വാർത്തയുണ്ട്, അതും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. യൂട്യൂബർ മണവാളൻ ജയിൽ കവാടത്തിൽ റീൽ ഷൂട്ട് നടത്തി. പോലീസ് വിലക്കിയിട്ടും റീൽ ഷൂട്ട് തുടർന്നു. വീഡിയോ പകർത്തിയത് കേസിലെ 1-ാം പ്രതിയുമാണ്. വിശദാംശങ്ങൾ നിഖിൽ ഡേവിസ് നൽകും. നിഖിൽ, മണവാളൻ ചിരിച്ചുകൊണ്ട് ജയിൽ കവാടത്തിന് മുമ്പിൽ നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. റീൽ ഷൂട്ട് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അയാൾക്കെതിരെ എന്താണ് കേസ്? ഇപ്പോ ഈ ജയിൽ കവാടത്തിന് മുമ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ റിമാൻഡ് ചെയ്ത തടവുകാരൻ ജയിൽ കവാടത്തിലേക്ക്, ജയിലിന്റെ ഗേറ്റ് തുറക്കും മുമ്പ് 1-ാം പ്രതി സഞ്ജയിനെ കൊണ്ട് റീൽ എടുപ്പിക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റീൽസിൽ പറയുന്നത് ശക്തമായി തിരിച്ചു വരും. 15 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട് യൂട്യൂബർ മണവാളിനെ. തൃശൂർ എരഞ്ഞങ്കൽ സ്വദേശിയാണ് മുഹമ്മദ് ഷഹീൻ ഷാ. ഈ യൂട്യൂബർ ജയിൽ കവാടത്തിലും റീൽ എടുത്തു എന്നുള്ളതാണ്. പോലീസ് ഇത് വിലക്കിയിരുന്നു. പക്ഷേ പോലീസ് വിലക്കിയിട്ടും ആ വിലക്കെല്ലാം പുല്ലുവില കൽപ്പിച്ച് നിയമം പിന്നെ നോക്കുകുത്തിയാണല്ലോ. ഇവർക്കൊക്കെ എടുത്തിട്ട് കളിക്കാനുള്ള എന്തോ കളിപ്പാട്ടമാണല്ലോ നമ്മുടെ നിയമവും നമ്മുടെ പോലീസുകാരും ഒക്കെ. അത്യാവശ്യം ഫേമസ് ആയി കഴിഞ്ഞാൽ, ഒരു യൂട്യൂബർ ആയി കഴിഞ്ഞാൽ നിയമത്തെ അനുസരിക്കേണ്ടെന്ന് വല്ലോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എങ്ങും എഴുതി വെച്ചിട്ടില്ല. എത്ര ഫെയിം ആണെങ്കിലും, ഈവൻ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും അവർക്കും നിയമം അനുസരിച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആരും നിയമത്തിന് മുകളിലൊന്നുമല്ല. അതിപ്പോൾ എത്ര വലിയ യൂട്യൂബർ ആയി, എത്ര ഫേമസ് ആയി, എത്ര പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, എത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്, നമ്മുടെ പുറകിൽ എത്രയൊക്കെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിയമത്തെ അനുസരിക്കുക തന്നെ ചെയ്യണം. അല്ലാതെ നിയമത്തെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് നിയമത്തെ പരിഹസിക്കാൻ വേണ്ടി പാടില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, നമ്മുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാം, എല്ലാം ചെയ്യാം. നമ്മൾ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അതിന് അനുസരിച്ച് നമുക്ക് പോരാടാം. നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി നമുക്ക് ഏതറ്റം വരെയും പോകാം. പക്ഷെ ഈ കാര്യം ചെയ്യാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അല്ലേ? ശരിക്കും അവർക്കാണ് തല്ല് കൊടുക്കേണ്ടത്, ഇവരെ പോലെയുള്ളവരെ വളർത്തി വലുതാക്കുന്നതിന്. ഒരിക്കലും ഇവരെ പോലെയുള്ളവരെ വളർത്തി വലുതാക്കാൻ പാടില്ല. അഹങ്കാരമാണ്, അഹങ്കാരം. തെറ്റ് ചെയ്തെങ്കിലും ഒരു കുഴപ്പമില്ല, എനിക്കൊരു കൂസലുമില്ല. എൻ്റെ പണമുണ്ട്, എൻ്റെ പുറകിൽ ആൾക്കാരുണ്ട്, എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്, അവരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കുഴപ്പവും വരില്ല എന്നുള്ള ഒരു അഹങ്കാരം. അപ്പം ഇത്രയും അഹങ്കരിച്ചു കഴിഞ്ഞാൽ, പണ്ടുള്ളവർ പറയാറുണ്ട് നമ്മൾ ഒരുപാട് അഹങ്കരിക്കാൻ പാടില്ല, ഒത്തിരി അഹങ്കരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള തിരിച്ചടി നമുക്ക് ദൈവം തരും. സത്യമാണ്, ആ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. പക്ഷെ പുള്ളിക്ക് ഇത് മനസ്സിലായിട്ടില്ല, തിരിച്ചടിയാണ് കിട്ടിയേക്കുന്നത് എന്ന്. ഇന്ന് വേറൊരു വാർത്തയുണ്ട് മണവാളിനെ കുറിച്ച്. ജയിലിൽ നിന്ന് വരുന്ന വാർത്തയാണ്. ഒരുപാട് അഹങ്കാരം എടുത്തു കഴിയുമ്പോൾ ഇതൊക്കെ പോലീസുകാർ അത്രയൊക്കെ സഹിക്കത്തില്ല, ജയിൽ അധികൃതരും അത്രയ്ക്ക് സഹിക്കത്തില്ല. ജയിൽ അധികൃതർ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ മുടി അങ്ങ് വെട്ടിച്ചു. ആ ഒരു വാർത്തയും കൂടി എന്തായാലും കേൾക്കാം. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷായുടെ മുടി മുറിച്ച് ജയിൽ അധികൃതർ. തൃശൂർ ജില്ലാ ജയിലിൽ അധികൃതരാണ് മുടി മുറിച്ചു മാറ്റിയത്. മുടി മുറിച്ചതിനെ തുടർന്ന് മണവാളന് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായെന്നാണ് വിവരം. ഈ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ജില്ലാ ജയിലിലായിരുന്നു മണവാളനെ കൊണ്ടുവന്നത്. അതിനിടയിലാണ് ഇന്നലെ ജയിൽ അധികൃതർ ഇടപെട്ടുകൊണ്ട് മണവാളന്റെ മുടി മുറിച്ചു മാറ്റിയത്. ഇതിനുശേഷം ഈ മാനസികാരോഗ്യ നിലയിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. മുടി മുറിച്ചു മാറ്റിയതോടെ തന്റെ രൂപം പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന മനോവിഷമപ്പെടുകയും
വരികയും പിന്നീട് ഈ മനോനില തെറ്റിയതിനെ തുടർന്ന് ഈ മണവാളൻ എന്ന യൂട്യൂബറെ തൃശ്ശൂരിലെ തന്നെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇതിൽ സത്യത്തിൽ ജയിലുകാർ ചെയ്തത് ചട്ടലംഘനമാണ്. കാരണം ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നാലും പുള്ളിയുടെ ആ ഒരു പുച്ഛവും പരിഹാസവും ഇപ്പം അങ്ങ് മാറിക്കാണും. നിയമത്തോടുള്ള നിയമപാലകരോടുള്ള പുച്ഛവും പരിഹാസവും ഒക്കെ ഇപ്പം അങ്ങ് കുറഞ്ഞു കിട്ടിക്കാണും. ഇപ്പം മാനസിക നില തെറ്റിയെന്നോ എന്താണ്ടൊക്കെ പറയുന്നു. മുടി പോയപ്പോഴേക്കും മാനസിക നില തെറ്റി. ഇവരൊക്കെ ഇത്രയേ ഉള്ളൂ. ഇവരുടെയൊക്കെ അഹങ്കാരമൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിന്നൊക്കെ നമ്മൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. എല്ലാവർക്കും ഉള്ളൊരു പാഠമാണ്. ഇപ്പം എനിക്കും ഉള്ളൊരു പാഠമാണ്. നമ്മൾ എത്ര വലുതായി, എത്രയൊക്കെ ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, എത്രയൊക്കെ ഉയരത്തിലെത്തി, എത്രയൊക്കെ ഫേമസ് ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് അച്ചടക്കമുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് നിയമം, ആ നിയമം പാലിച്ച് മാത്രം മുന്നോട്ട് പോവുക. അഥവാ നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടാകും, നമുക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പം ചില നേരത്തെ നമ്മൾ മനസ്സിൻ്റെ കാര്യമല്ലേ, അപ്പോൾ നമ്മൾ എടുത്തടിച്ച പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാപ്പ് പറയാനെങ്കിലും റെഡി ആയിരിക്കണം. മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാൻ റെഡി ആയിരിക്കണം. ഇതല്ലാതെ ഒരുമാതിരി ഞാൻ എന്തും ചെയ്യും, എനിക്ക് എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്, ഞാൻ വലിയ യൂട്യൂബറാണ് എന്നുള്ള ഭാവത്തിൽ നടന്നു കഴിഞ്ഞാൽ തിരിച്ചടി ഉറപ്പായിട്ടും കിട്ടും. യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നിയമത്തിന് മുകളിലൊന്നും അല്ല. ഇവരെ പോലുള്ളവർ കാണിച്ചു കൂട്ടുന്ന കുറേ വേലത്തരങ്ങളുണ്ട്. ചില യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ചില വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും അല്ല, വളരെ നന്നായിട്ട് ചെയ്യുന്നവരാണ്. എനിക്കൊന്ന് ഒരു 80% യൂട്യൂബേഴ്സും വളരെ നന്നായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷെ അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഒരു 10-20% വരുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഒരു ഭാവം അവരെന്തോ വലിയ സംഭവമാണ്. എല്ലാവരുടെയും മുകളിലാണ് അവർ. പോലീസുകാരുടെയും കോടതിയുടെയും ഒക്കെ മുകളിലാണ് അവർ, നിയമത്തിന് മുകളിലാണ് അവർ. അവർക്കിതൊന്നും ബാധകമല്ല എന്നുള്ള ഒരു ഭാവത്തിലാണ് ഇവരൊക്കെ മുന്നോട്ട് പോകുന്നത്. അതേ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലേ? ലഹരി വരെയാണ് അവർ ഉപയോഗിക്കുന്നത്, ലഹരി വരെയാണ് അവരിങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഹരി മാത്രമാണോ? ഒരുപാട് ആപ്പുകളും കുറേ ഫ്രോഡ് പരിപാടികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യത്തിലും ഇൻഫ്ലുവൻസ് കൊടുക്കേണ്ട കാര്യമില്ല. പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് കൊടുക്കുക. ഫ്രോഡ് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എത്രയൊക്കെ യൂട്യൂബേഴ്സിനെ നമുക്കറിയാം. അവരൊക്കെ ചെയ്യുന്നത് തെറ്റാണെന്ന് അവർക്കറിയാം. നിയമപരമായിട്ട് അവർ കാണിക്കുന്ന പരിപാടി തെറ്റാണെന്ന് അറിയാമെങ്കിൽ പോലും ഇത്രയും ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ ഇത്രയും ഫെയിമാണ് എന്നുള്ള അഹങ്കാരത്തിൽ അവരൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരക്കാരെ നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാകണം. ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ വേണം ഇതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ. നമുക്കറിയാമല്ലോ ആരാണ് നല്ലത്, ആരാണ് ചീത്ത. ഫ്രോഡ് പരിപാടി കാണിക്കുന്നവരെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ നമുക്ക് കുറച്ച് ഫെയിമായി എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കരിക്കാനും പാടില്ല. നിയമത്തെ അനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു രാജ്യത്ത് താമസിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമം നമുക്ക് ബാധകമായിരിക്കണം. അല്ലാതെ ഇതുപോലെ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ എന്നാലും നമുക്ക് തിരിച്ചടി ഉറപ്പായിരിക്കും.